നമസ്കാരം, ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ലക്ഷ്മി മോഹൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഗർഭാശയ മുഴകളും സിസ്റ്റുകളും ശസ്ത്രക്രിയ കൂടാതെ പരിഹരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ധാരാളം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ഫൈബ്രോയിഡ്, ഒവേറിയൻ സിസ്റ്റ്, എൻഡോമെട്രിയോസിസ് മുതലായവ. ചെറിയ വയറുവേദനയോ ആർത്തവ തകരാറുകളോ ആയി ആശുപത്രിയിൽ ചെല്ലുമ്പോഴാണ് പലപ്പോഴും നിങ്ങളുടെ ഗർഭാശയം നീക്കം ചെയ്യാനായിട്ടുണ്ട്, കാരണം അതിൽ ക്രമാതീതമായി ഫൈബ്രോയിഡ് വളർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയാണെന്നുള്ളത് പറയും. ഒരു സ്ത്രീയുടെ ആരോഗ്യത്തെ അടിമുടി മാറ്റുന്ന ഇത്തരം ശസ്ത്രക്രിയകളല്ലാതെ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ആ ഒരു നിമിഷമായിരിക്കും പലരും ചിന്തിക്കുക പോലും ചെയ്യുക. തീർച്ചയായും ആയുർവേദത്തിൽ പരിഹാരമുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തുകൊണ്ടാണ് ഇവയൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ആയുർവേദ പ്രകാരം ഇവയെ ഗ്രന്ഥി അല്ലെങ്കിൽ അർബുദം എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാൻസർ മാത്രമല്ല, മുഴകൾക്കും നമ്മൾ അർബുദം എന്ന് പറയുന്നുണ്ട് ആയുർവേദത്തിൽ. കാരണം അർബുദം എന്ന് പറഞ്ഞാൽ അനാവശ്യമായി വളരുന്ന ഒരു മുഴ, അത് തന്നെയാണല്ലോ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. അനാവശ്യമായിട്ട് വളരുകയാണല്ലോ അത്. അപ്പം അനാവശ്യ ഗ്രോത്തിനെയാണല്ലോ ക്യാൻസർ എന്നും പറയുന്നത്. അപ്പോൾ പ്രധാനമായും തെറ്റായ ഭക്ഷണ രീതിയും ജീവിതശൈലിയും മൂലം ശരീരത്തിലെ ദോഷങ്ങൾ എന്ന് പറയുമ്പോൾ വാതപിത്ത കഫങ്ങളുടെ സന്തുലിത അവസ്ഥയാണ് ആരോഗ്യകരമായ ഒരു ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ തെറ്റായ ഭക്ഷണക്രമവും ജീവിതശൈലിയും ഈ വാതപിത്ത കഫങ്ങൾ തമ്മിലൊരു ഇക്വിലിബ്രിയം ഉണ്ട്. ആ ഇക്വിലിബ്രിയമിനെ തെറ്റിക്കും. അപ്പോൾ അസന്തുലിതമാവുകയാണ്. അങ്ങനെ ഇത്തരം മുഴകൾ രൂപപ്പെടും. ഹോർമോൺ വ്യതിയാനങ്ങൾ, അതായത് ശരീരത്തിലെ ഈസ്ട്രജൻ്റെ അമിതമായ അളവ് ഫൈബ്രോയിഡുകൾക്ക് കാരണമാകും. പിന്നെ ജീവിതശൈലി, ശാരീരിക അധ്വാനമില്ലായ്മ, ലേസിനെസ്, എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്നാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ഇരിക്കുന്നവർ, പിന്നെ ജോലി സംബന്ധമായിട്ട് ഇരുന്നു പോകുന്നവർ, അമിതമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ, അതിൻ്റെ കൂടെ അനാരോഗ്യകരമായ ഭക്ഷണ സാധനങ്ങളും കൂടെ കയറി വരുമ്പോൾ ഫൈബ്രോയിഡ് ഉണ്ടാകാനുള്ള സാധ്യത ഇരട്ടിയാവുന്നു. പിന്നെ ആർത്തവ തകരാറുകൾ, അതെന്താണ്? എൻഡോമെട്രിയോസിസ് പോലുള്ള അവസ്ഥകൾക്ക് ആർത്തവ സമയത്തെ അശുദ്ധമായ രക്തം ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തു പോകാതെ പിടിച്ചു നിർത്തും. ചിലപ്പോൾ കണ്ടമാനം കട്ടി കൂടുക, യൂട്രസിൻ്റെ ലൈനിങ് പാളി അതിന് കട്ടി കൂടുകയും അസാമാന്യമായ കട്ടി വരികയും അത് ഇളകിപ്പോകുമ്പോൾ പെയിൻ വരികയും എന്നോട്ട് മുഴുവനായിട്ട് പോവാതിരിക്കുകയും അത് അവിടെ ഇരുന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയും ഫൈബ്രോയിഡ് ഉണ്ടാവാം. ഇനി ഗർഭാശയം നീക്കം ചെയ്താലുള്ള ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഒരു അവസാന മാർഗം മാത്രമായിട്ട് കാണേണ്ടതാണെന്ന് ഞാൻ ആദ്യമേ പറയാം. ചില കണ്ടീഷനുകളിൽ നമുക്ക് ഗർഭാശയം നീക്കം ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷൻ വരും. വേറെ വഴികളില്ലാതെ വരും. കാരണം നമുക്ക് ആയുർവേദമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് അത് നമ്മളെ ശരീരത്തിലൊരു ആക്ഷനിൽ വന്ന് അതിനുള്ള ഒരു ടൈം അവിടെ ഉണ്ടാവില്ല. അതിനുള്ളിൽ തന്നെ ഇൻഫെക്ഷൻ ആവുകയും WBC കൂടുകയും വല്ലാത്ത രീതിയിൽ ബ്ലഡും അതുപോലെ മറ്റ് ഫ്ലൂയിഡുകളും പാസ് ഡിസ്ചാർജും ഒക്കെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടമാനം നമ്മുടെ മറ്റു ഓർഗൻസിനെയൊക്കെ ബാധിക്കാനുള്ള രീതിയിലേക്ക് വ്യാപിക്കുകയാണ്, അതിതീവ്രമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു കണ്ടീഷൻ പ്രൊലോങ് ചെയ്യാൻ പാടില്ല. കാരണം അത് ജീവനാപത്താണ്. അപ്പം അങ്ങനെയുള്ള അവസാന വാക്ക് അല്ലെങ്കിൽ അവസാന ഒരു വഴി എന്നുള്ള ഒരു അവസരത്തിൽ മാത്രം തിരഞ്ഞെടുക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഈ ഹിസ്റ്ററക്ടമി അല്ലെങ്കിൽ ഗർഭാശയം നീക്കം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ നീക്കം ചെയ്യാം, അതൊരു ജീവൻ രക്ഷാ ഉപാധിയാണ്. അപ്പം അതിനെ ഒരിക്കലും നമ്മൾ തള്ളിപ്പറയില്ല, ആയുർവേദവും തള്ളിപ്പറയില്ല. ചെറിയ അവസ്ഥയിൽ ഫൈബ്രോയിഡുകളുടെ ചെറിയ അവസ്ഥയിൽ ആ ഫൈബ്രോയിഡിൻ്റെ ഒരു ശൈശവ ദശ എന്ന് വേണമെങ്കിൽ പറയാം. ശൈശവത്തിലും യൗവനത്തിലും നമുക്ക് ട്രീറ്റ് ചെയ്യാം. അതായത് ഫൈബ്രോയിഡിൻ്റെ ശൈശവവും യൗവനവും അതിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അതിനെ നമുക്ക് ചുരുക്കി കളയാൻ പറ്റും. അതേസമയം ഫൈബ്രോയിഡിൻ്റെ വൃദ്ധാവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. അതിൻ്റെ കൂടെ WBC കൂടുകയും മറ്റ് അസുഖങ്ങൾ ഉണ്ടാവുകയും ഇൻഫെക്ഷൻ വ്യാപിക്കുകയൊക്കെ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് ജീവന് തന്നെ ഹാനി ഉണ്ടാക്കുന്നതാണ്. അപ്പം അല്ലാത്ത ലെവലിൽ നമുക്ക് ഹിസ്റ്ററക്ടമി ഒരു 6 സെൻറ്റിമീറ്റർ മാക്സിമം 8 സെൻറ്റിമീറ്റർ വരെയുള്ളതും വളരെ നല്ല രീതിയിൽ ആയുർവേദത്തിൽ അലിയിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്തവർ, അതായത് കണ്ടമാനം ഇൻഫെക്ഷൻ ആവുകയും പസ് ഡിസ്ചാർജൊക്കെ പഴുപ്പൊക്കെ വെളിയിലേക്ക് വരികയും ബ്ലീഡിങ് കണ്ടമാനം വന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നമുക്കിത് അവസാന ഘട്ടത്തിലേക്ക് പോയി എന്ന് വേണം കരുതാൻ. ആദ്യ ഘട്ടങ്ങളിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പീരിയഡ്സ് ടൈമിൽ ചെറിയൊരു പെയിൻ മാത്രമൊക്കെ ഉള്ളൂ.
ബാക്കി നമ്മൾ ഒന്ന് അൾട്രാസൗണ്ട് ചെയ്തപ്പോഴാണ് ഇതിവിടെ ഉണ്ടെന്നുള്ളത് കാണുന്നത്. അപ്പോൾ ഹിസ്റ്ററക്ടമി പറഞ്ഞു. അങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ എന്തൊക്കെയാണ് ഒരു സ്ത്രീ ഈ ഹിസ്റ്ററക്ടമി കൊണ്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ? ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിലുള്ള അവസ്ഥയിൽ പോകുന്നവരുണ്ടല്ലോ, ഒരു 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ ഒക്കെ വലിപ്പമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവരോട് നമ്മൾ ഹിസ്റ്ററക്ടമി ചെയ്യാൻ പറയുന്നു. അങ്ങനെയുള്ള കേസിൽ അവർക്ക് ഓപ്ഷനുണ്ട്, ആയുർവേദയിൽ ട്രീറ്റ് ചെയ്ത് മാറ്റാം എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാതെ അവർ ഹിസ്റ്ററക്ടമി ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതായത് തൽക്ഷണ ആർത്തവ വിരാമമാണ്, അതായത് സർജിക്കൽ മെനോപോസ് എന്ന് പറയും. ശരീരത്തിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പെട്ടെന്ന് നിലയ്ക്കും. അതുമൂലം അമിതമായിട്ട് ചൂട്, ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയും. അപ്പോൾ അത് നമ്മളെ മുഖത്തും മൊത്തത്തിൽ നമ്മളെ ചൂടുകാറ്റടിച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ആയിരിക്കും. പിന്നെ മാനസിക സമ്മർദ്ദം ഉണ്ടാകും, വല്ലാത്ത ഡിപ്രഷൻ ഉണ്ടാകും. അസ്ഥികളുടെ ബലഹീനത അത് പ്രധാന ഒരു പ്രശ്നമാണ്. ഹോർമോൺസ് കുറയുമ്പോൾ ശരീരത്തിന് കാൽഷ്യത്തിൻ്റെ നീഡ് വരുന്ന ഇവിടെ നെല്ലിന്നും പല്ലിന്നും ഒക്കെ എടുക്കാൻ തുടങ്ങും. അപ്പോൾ അസ്ഥികളുടെ ബലഹീനത വരും, ഓസ്റ്റിയോപോറോസിസ് വരും. പിന്നെ ഹൃദ്രോഗ സാധ്യത. ഹോർമോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് സർജിക്കൽ റിമൂവൽ ഓഫ് യൂട്രസും കൂടെ ആയിക്കഴിയുമ്പോഴത്തേക്കിനും എന്ത് പറ്റും? ഹോർമോൺസിൻ്റെ ഡിപ്ലീഷൻ അവിടെ വരും. ആ ഒരു വ്യതിയാനം ഹൃദയാരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ബാധിക്കണം എന്നില്ല, ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതിൽ ആയുർവേദത്തിൻ്റെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രം നിലനിർത്തിക്കൊണ്ട് തന്നെ മുഴകളെയും സിസ്റ്റുകളെയും അലിയിച്ച് കളയാനായിട്ട് ആയുർവേദത്തിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഫലപ്രദമായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കൃത്യസമയത്ത് ചെയ്യണം. അപ്പോൾ നമുക്കതിൽ ലേഖന ചികിത്സ, ശോധന ചികിത്സ എന്നിങ്ങനെയുള്ള 2 തരത്തിൽ ഞാൻ ആ ചികിത്സകളെ കാറ്റഗറൈസ് ചെയ്ത് പറയാം. മുഴകളെയും സിസ്റ്റുകളെയും ഒക്കെ വലിപ്പം കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന മരുന്നുകൾ നമ്മൾ കൊടുക്കും. ഇതെല്ലാം കൊടുക്കുന്നത് എങ്ങനെയാണ്? ആ വ്യക്തിയുടെ വാതപിത്ത കഫത്തിൻ്റെ സ്റ്റേജസ് എങ്ങനെ നിൽക്കുന്നു, മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അവരുടെ അഗ്നിബലം എങ്ങനെയാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആ വ്യക്തിയുടേത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഒരു കോമ്പോസിഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് കൊടുത്ത കോമ്പോസിഷൻ മറ്റൊരു വ്യക്തിക്ക് നമ്മൾ ആപ്റ്റ് ആവാറില്ല. അത് കൊടുക്കുമ്പോൾ ആപ്റ്റ് ആവണമെന്നില്ല. അപ്പം ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് മരുന്ന് കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് പെട്ടെന്ന് ഹീലിംഗ് ഉണ്ടാവുന്നത്. പിന്നെ ശോധന ചികിത്സയാണ്. അതായത് ശരീരത്തിലെ വിഷാംശങ്ങളും അസന്തുലിത ദോഷങ്ങളും മാറിക്കിടക്കുന്ന ദോഷത്തിനെയൊക്കെ നമുക്ക് ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരണം. അപ്പം അതിനെ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒബ്വിയസ്ലി ജീവിതശൈലി ക്രമീകരണമുണ്ട്. ഭക്ഷണത്തിൽ മാറ്റം വരുത്തും, യോഗയും പ്രാണായാമവും കൊടുക്കും, കൃത്യമായ സമയത്ത് ഉറങ്ങാൻ പറയും. പിന്നെ പ്രധാന ഔഷധങ്ങൾ മുറ തെറ്റാതെ കഴിക്കാൻ പറയും. പഥ്യവും ജീവിതശൈലിയും ഒന്നും മാറ്റാതെ കറക്റ്റായിട്ട് കഴിക്കാനും പറയും. ഇത്രയാണ് നമ്മളെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്. ശസ്ത്രക്രിയ ഒഴിവാക്കാൻ ആയുർവേദത്തിൽ ധാരാളം വഴികളുണ്ട്. എന്നാൽ രോഗത്തിൻ്റെ ഘട്ടവും മുഴയുടെ വലിപ്പവും അനുസരിച്ചാണ് ചികിത്സയിൽ വ്യത്യാസം വരിക. കൃത്യസമയത്ത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്രസ് നഷ്ടപ്പെടുത്താതെ ആരോഗ്യകരമായി ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇമെയിൽ ID-യിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, നിങ്ങളുടെ റിപ്പോർട്ട്സ് സെൻഡ് ചെയ്യാം. അപ്പോൾ കൺസൾട്ടേഷൻ അപ്പോയിൻമെൻ്റ് എടുക്കാം. എന്തെങ്കിലും അല്ലാത്ത സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം, കമൻറ്റിൽ മറുപടി തരാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.